നമ്മളിന്ന് കിരാതമൂർത്തിയാണ് പറയുന്നത് കേട്ടോ. അതിനു മുമ്പ് നമ്മൾ നേശേ ബലസേതി ചരിതധർമ്മം എന്ന് പറയുന്ന ലേഖനത്തിൻ്റെ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പറയട്ടെ. മാരാരുടെ ധർമ്മബോധവും യുക്തിചിന്തയും പ്രകടമാക്കുന്നു. നേശേ ബലസേതി ചരിതധർമ്മം വ്യാഖ്യാനിക്കുക. 2013 ചോദ്യമാണ്. നിരൂപണ സവിശേഷതകൾ, മാരാരുടെ നിരൂപണ സവിശേഷതകൾ നേശേ ബലസേതി ചരിതധർമ്മം എന്നുള്ള ലേഖനത്തെ ആസ്പദമാക്കി വിശദീകരിക്കുക എന്നാണ് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ആ ചോദ്യം വന്ന് 2001 കേട്ടോ. പിന്നൊരു ചോദ്യം 2022 ചോദിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഒരാൾ കർത്തവ്യ നിർവഹണത്തിൽ താൻ പോരുമയോടെ ചെയ്യുന്നത് എന്തും ധർമ്മവും അതല്ലാത്തത് എന്തും അധർമ്മവുമാണ് എന്ന് ഇത് ഉണ്ടോ. താൻ ബലത്തിനാൾ ഒരു ധർമ്മമോ അധർമ്മമോ എന്ന് വിവേചിക്കേണ്ടത് അവൻ ചെയ്യേണ്ട ബലാബോധത്തെ നോക്കിയിട്ടാണ് എന്ന് പറയുന്നൊരു ഭാഗം. കർത്തവ്യ നിർവഹണത്തിൽ താൻ പോരുമയോടുകൂടി ചെയ്യുന്നത് എന്തും ധർമ്മവും അല്ലാത്തത് എന്തും അധർമ്മവുമാണെന്ന് വരുന്നു. ഈ ആശയത്തെ എങ്ങനെയാണ് നേശേ ബലസേതി ചരിതധർമ്മം എന്ന് പറയുന്ന ലേഖനം സമർത്ഥിക്കുന്നത് എന്നൊരു ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പോൾ 22 ഇത്രയാണ് അതിനെക്കുറിച്ചുള്ള ചോദ്യം. ഇനി അടുത്ത കിരാതമൂർത്തി എന്ന് പറയുന്ന ലേഖനമാണ്. അപ്പോൾ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ഒരു ശ്ലോകത്തിലാണ് ഈ കിരാതമൂർത്തി എന്ന് പറയുന്ന ലേഖനം ആരംഭിക്കുന്നത് കേട്ടോ, തുടങ്ങുന്നത്. വനവാസകാലത്ത് മൃഗയാദി ദിനചര്യകൾക്ക് ശേഷം വൈകുന്നേരം ദുഃഖിതരായ പാണ്ഡവർ ദ്രൗപദിയോടൊപ്പം ഇരുന്ന് പല പല കഥകളും പറയും. ഒരിക്കൽ ദ്രൗപദി യുധിഷ്ഠിരനോട് പറഞ്ഞു. അതായത് ഇവർ എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ്രൗപദി പറയുകയാണ്, ദ്രൗപദിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒടുങ്ങാത്ത വൈരാഗ്യവും ദേഷ്യവും കിടക്കുകയാണ് തങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് ഓർത്തിട്ട്. എന്നിട്ട് അതിൽ ഒട്ടും തന്നെ യാതൊരുവിധ കുലുക്കവുമില്ലാതെ ദ്രൗപദിയുടെ ഭാഷയിൽ പറഞ്ഞ ഒട്ടും തന്നെ ഒട്ടും നൃശംസ്യതയില്ലാതെ അനൃശംസ്യനായിരിക്കുന്ന ധർമ്മപുത്രരെ, ഒട്ടും കോപമില്ലാതെ ഇരിക്കുന്ന വൈരാഗ്യമില്ലാതിരിക്കുന്ന ധർമ്മപുത്രരെ കണ്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് ദ്രൗപദിക്ക്. അപ്പോൾ ദ്രൗപദി പറയുകയാണ്, നൃശംസനായ ദുര്യോധന നമ്മെ ചൊല്ലി ഒരു ദുഃഖവുമില്ല, ദുഷ്ടനായ ദുര്യോധന നമ്മെ ചൊല്ലി ഒരു ദുഃഖവുമില്ല. നാം മാന്തോലെടുത്ത് കാട്ടിലേക്ക് പോരുമ്പോൾ സഹതാപത്തോടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അപ്പോഴും കടുവാക്കുകൾ പറയുകയാണ് ചെയ്തത്. അങ്ങ് കാട്ടിലേക്ക് പോരുമ്പോൾ ആ കൗരവ സദസ്സിൽ 4 പേർക്ക് മാത്രമേ കണ്ണീർ വരാതിരുന്നുള്ളൂ, ദുര്യോധനും കർണനും ശകുനിക്കും ദുശാസനും. അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലിരുന്നിരുന്ന ആ സ്ഥിതിയും ഇപ്പോഴത്തെ ഈ സ്ഥിതിയും കൂടി ഓർക്കുന്തോറും എനിക്കൊരു ശാന്തിയും ഇല്ലാതെയാകുന്നു. അതുപോലെ തന്നെ വീരന്മാരായ ഭീമാർജുനാദികളുടെ സ്ഥിതി ഓർക്കുമ്പോൾ ലോകം മുഴുവൻ ജയിക്കാനുള്ള കഴിവുള്ള സുഖോചിതരുമായ ഇവരുടെ ഈ പാട് കണ്ടുകൊണ്ടിരുന്നിട്ടും അങ്ങയ്ക്ക് ശുണ്ഠി വരുന്നില്ലല്ലോ. ഈ രാജകുമാരിയും പാണ്ഡുവിൻ്റെ സ്നുഷയുമായി എൻ്റെ ഈ പാട് കണ്ടിട്ടും അങ്ങയ്ക്ക് ശുണ്ഠി വരുന്നില്ലല്ലോ. തീർച്ചയാണ് അങ്ങയ്ക്ക് ശുണ്ഠി എന്നൊന്നില്ല. ശുണ്ഠിയില്ലാത്ത ക്ഷത്രിയനില്ലെന്നാണ് ചൊല്ല്. അങ്ങയിൽ അത് വിപരീതമായി കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ശത്രുക്കളോട് ക്ഷമ കാണിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നു. അപ്പോൾ ധർമ്മപുത്രർ പറയുന്നു, മഹാപ്രാജ്ഞി, ക്രോധമാണ് മനുഷ്യൻ്റെ നന്മയ്ക്കും തിന്മയ്ക്കും കാരണം. ക്രോധം അടക്കുന്നവന് നന്മയേ ഉള്ളൂ, അടക്കാത്തവന് നാശവും. ക്രോധിക്കുന്നവനോട് പകരം ക്രോധിക്കാത്തവർ 2 പേരെയും ചികിത്സിക്കുന്നു. തേജസ്വികൾക്ക് ക്രോധം പാടില്ല, ഉണ്ടായ ക്രോധത്തെ അടക്കുന്നവനാണ് തേജസ്വി എന്നാണ്. ഭൂമിയെപ്പോലെ ക്ഷമയുള്ള ചില ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യർക്കിടയിൽ ഇണക്കമെന്നൊന്നുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ദ്രൗപദി, നീ ക്രോധിക്കരുത്. ഭീഷ്മ പിതാമഹനും വിതുരരും എല്ലാം നമ്മോട് അടങ്ങിയിരിക്കാനേ പറയൂ. അവർ പറഞ്ഞ നേരെയാക്കി ധൃതരാഷ്ട്രരെ കൊണ്ട് നമുക്ക് രാജ്യം തരുവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ലോഭം കൊണ്ട് നശിക്കും. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, ധാതാവിനും വിദിതാവിനും നമസ്കാരം. അതായത് ഈശ്വരനും ബ്രഹ്മാവിനും നമസ്കാരം. ഈശ്വരനെ ധിക്കരിച്ചുകൊണ്ട് പറയാം, അവരാണല്ലോ പിതൃപൈതാമഹമായ നടപ്പിലിരിക്കേണ്ടുന്ന അങ്ങയ്ക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കിയത്. ധർമ്മം, അനൃശംസ്യം, ക്ഷമ, ആർജവം ഇവ കൊണ്ടൊന്നും ആർക്കും ശ്രീ ഉണ്ടാവുകയില്ല. ദയ കൊണ്ട് ഒരിക്കലുമില്ല. അങ്ങയ്ക്ക് ധർമ്മമാണല്ലോ ജീവിത സർവസ്വം. അനുജന്മാരെയും എന്നെ അങ്ങ് ഉപേക്ഷിച്ചേക്കും, ധർമ്മത്തെ ഉപേക്ഷിക്കില്ല. എന്നാൽ രക്ഷിതമായ ധർമ്മം രാജാവിനെ രക്ഷിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങയെ സംബന്ധിച്ച് അതുമില്ല. അത്രയേറെ ധർമ്മിഷ്ഠനായ അങ്ങയ്ക്ക് എങ്ങനെ ഈ ചൂതുകളി ഭ്രമമുണ്ടായി? ഈ ലോകം ആത്മാധീനമല്ല ഈശ്വരാധീനമാണ് എന്നാണല്ലോ അങ്ങ് പറയുന്നത്. അപ്പോൾ ധാതാവാണ് ജീവികളിലിരുന്ന് നല്ലതും തീയേനെയും പ്രവർത്തിപ്പിക്കുന്നതും അവയ്ക്ക് സുഖദുഃഖങ്ങൾ വരുത്തുന്നതെന്നും മറ്റുമാണല്ലോ കഥ. നോക്കൂ, ഈശ്വരൻ്റെ മായപ്പണികൾ. ജീവനില്ലാതെ കിടക്കുന്ന മുട്ടികൊണ്ട് മുട്ടിയെയും കല്ലുകൊണ്ട് കല്ലിനെയും അടിച്ചുടയ്ക്കും പോലെ നിന്തിരുവടി ജീവികളെ കൊണ്ട് ജീവികളെ കൊല്ലിക്കുന്നു.
ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത്. ഇണക്കിയും പിണക്കിയും കളിക്കുന്നു. ധാതാവ് അച്ഛനമ്മമാരെ പോലെ അല്ല ജീവികളോട് പെരുമാറുന്നത്, വെറും മനുഷ്യനെ പോലെ പകയോടുകൂടിയാണ്. നല്ല നല്ല ആളുകളെ ഗതികെട്ടും തെമ്മാടികൾ സുഖിക്കുന്നതും കണ്ടിട്ട് എനിക്ക് മനസ്സിടിഞ്ഞു പോകുന്നു. അങ്ങയ്ക്ക് ഈ ആപത്തും ദുര്യോധന സമർത്ഥയും കണ്ടിട്ട് ഞാൻ വിരുതാവിനെ പുച്ഛിക്കുന്നു. എന്തൊരു വിഷമ വീക്ഷണം! എന്താവശ്യത്തിനാണ് ധാതാവ് ആ തെമ്മാടിക്ക് ആ സ്ത്രീയൊക്കെ കൊടുത്തത്? ചെയ്ത കർമ്മം ചെയ്തവൻ യേശുമെങ്കിൽ ഈശ്വരൻ അതിൽ പാപം പറ്റിയേ കഴിയൂ. അതല്ല, കർമ്മം ചെയ്തവൻ ഏശിയില്ലെങ്കിൽ ബലമാണ് കാര്യം. ബലമില്ലാത്തവരെ ചൊല്ലി ഞാൻ വ്യസനിക്കുന്നു. ധർമ്മപുത്രരെ കളിയാക്കി പറയുകയാണ്, ദൈവം കാര്യങ്ങൾ ധാതാവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നല്ലത് ചെയ്യുന്നവന് നന്മ വരണം, കൊള്ളരുതാത്തവന് ശ്രീ ഉണ്ടാകരുത്. പക്ഷെ തിരിച്ചാണ് വരുന്നതെങ്കിൽ ബലമാണ് കാര്യം. ബലം കൊണ്ടാണ് നമ്മൾ നേടേണ്ടത്, ധാതാവിനെ അല്ല ആശ്രയിക്കേണ്ടതെന്ന് പറയുകയാണ്. യുധിഷ്ഠിരന് കുറച്ച് സങ്കടം വന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, നീ വളച്ചു കയറ്റി തന്ത്രത്തിൽ പറഞ്ഞാൽ മനസ്സിലായി, പക്ഷെ നാസ്തികത്വമാണ് നീ പറയുന്നത്, ഈശ്വര നിഷേധമാണ്. ധർമ്മത്തെ കുറിക്കുവാൻ കൊടുക്കേണ്ടത് കൊടുക്കുന്നു, യജിക്കേണ്ടത് യജിക്കുന്നു. ഞാൻ അങ്ങനെയല്ല, ഞാൻ കൊടുക്കേണ്ടത് കൊടുക്കുകയും എടുക്കേണ്ടത് എടുക്കുകയും ചെയ്യും, അത്രമാത്രം. ധർമ്മത്തെ കറക്കുവാൻ വിചാരിക്കുന്നവന് ധർമ്മഫലം കിട്ടലില്ല. ധർമ്മത്തെ കറക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല, അത് കറക്കാൻ ശ്രമിക്കുന്നവന് ധർമ്മഫലം കിട്ടുകയുമില്ല എന്നാണ്. അധിക പ്രസംഗം കൊണ്ടോ മതം കൊണ്ടോ ധർമ്മത്തെ ശങ്കിക്കുന്നവന് പാപമേ ഉള്ളൂ. പിന്നെ ധർമ്മിഷ്ഠം നടത്തിപ്പോകുന്ന ധർമ്മം നിഷ്ഫലമാണെങ്കിൽ ഈ ലോകം നിലയില്ലാത്ത ഇരുട്ടിലാണ്ടുപോയേനെ. സമാധാനമില്ല, മൃഗങ്ങളെപ്പോലെ കഴിയേണ്ടി വന്നേനെ. എങ്ങും തടസ്സങ്ങളായേനെ, ഒരു കാര്യവും നേടാനേനെ. അതുകൊണ്ട് ധർമ്മത്തിന് ഫലമുണ്ടെന്ന് തന്നെ ഉറപ്പിച്ചോളൂ. പക്ഷെ അതിൻ്റെ വഴി വ്യക്തമല്ല, അത് ദേവഗുഹ്യമാണ്, ഋഷിമാർക്കതറിയാം. അതിനാൽ നിൻ്റെ ഈ സംശയം മഞ്ഞുപോലെ മാഞ്ഞു പോകട്ടെ. അതാണ് മഹാഭാരതം മൊത്തത്തിൽ പറയുന്നത്. അതാണ് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം, ധർമ്മത്തിൻ്റെ തത്വം ഗൂഹനീയമായിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. നമുക്കറിയില്ല, അത് ദേവർഷികൾക്ക് മാത്രം അറിയാവുന്ന, ഋഷിമാർക്കും ദേവന്മാർക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണ്. പാർത്ഥ, ഞാൻ ധർമ്മത്തെ നിന്ദിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുന്നില്ല. ദ്രൗപദി പറയുകയാണ്, പിന്നല്ലേ ഈശ്വരനെ, ഞാൻ ദുഃഖം കൊണ്ട് വിലപിക്കുകയാണ്, ഇനിയും വിലപിക്കുന്നു. ജനിച്ചവരൊക്കെ കർമ്മം ചെയ്യണമല്ലോ. അമ്മയുടെ മുല കുടിക്കുമ്പോൾ മുതൽ കിടക്കിയിൽ വീഴുന്നത് വരെ ജംഗമങ്ങളൊക്കെ കർമ്മം ചെയ്താണ് കഴിച്ചു കൂട്ടുന്നത്, വിശേഷിച്ചും മനുഷ്യർ. കർമ്മങ്ങൾക്ക് പ്രത്യക്ഷമായ അഭിവൃദ്ധി ഫലവും അനുഭവപ്പെടുന്നുണ്ട്. സ്വന്തം ഉദ്യമത്തെ ആശ്രയിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. ധാതാവും വിദിതാവും മുതൽ ഈ കുളത്തിലെ കൊറ്റി വരും. കർമ്മം ചെയ്തില്ലെങ്കിൽ പ്രജകളൊക്കെ ക്ഷയിച്ചു പോകും. കർമ്മം ചെയ്തിട്ടും ഫലമില്ലാതെ കാണുന്നുണ്ടെങ്കിലും ലോകത്തിൽ കഴിഞ്ഞുകൂടുവാൻ മറ്റൊരു വഴിയില്ലെന്ന് തീർച്ചയാണ്. ദൈവത്തെയും കാത്ത് അനങ്ങാതെ കിടന്നുറങ്ങുന്നവൻ വെള്ളത്തിലിട്ട പച്ചക്കുടം പോലെ അലിഞ്ഞു പോവും. അതായത് ദൈവം ചെയ്തു തരും എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കുടം പോലെ അലിഞ്ഞു പോവും എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യമുണ്ടോ? നമ്മുടെ വിധി ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത കർമ്മങ്ങളെ ഫലത്തെ അതാത് വഴിക്ക് പങ്കിട്ട് തരികയാണല്ലോ. കർമ്മം തന്നെയാണ് മികച്ചതെന്ന് ലോകം ഇതുവരെ നേടിയ നേട്ടങ്ങളെല്ലാം തെളിവാണ്. വിധി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളെ, നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അതിൻ്റെ ഫലങ്ങളെ വിധിക്ക് നമുക്ക് തരാൻ പറ്റൂ. കർമ്മം ചെയ്യാതെ ചുമ്മാതിരുന്നാൽ എങ്ങനെ ഫലമുണ്ടാകും എന്നാണ് ദ്രൗപദി ചോദിക്കുന്നത്. അതായത് ധർമ്മപുത്രരുടെ കർമ്മം ചെയ്യാതെ വെറുതെ ഫലമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാണ്. അതുകൊണ്ട് തളർന്നിരിക്കാതെ കർമ്മം ചെയ്യുവാൻ ഒരുങ്ങി പുറപ്പെടുക. ഫലമുണ്ടാവാം എന്നല്ല, ഭീമാർജുനന്മാരുടെയും അങ്ങയുടെയും മഹിമ കൊണ്ട് കാര്യം നേടുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന അത്യമർശനായ ഭീമസേനൻ, അത്യമർശൻ എന്ന് പറഞ്ഞാൽ അത്യധികം കോപിഷ്ഠനായ ക്രുദ്ധനായി നിറവേൽപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, സൽപുരുഷോചിതമായ രാജ്യത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങൂ. നാം എന്തിനാണ് ധർമാർത്ഥഹീനരായി തപോവനത്തിലിരിക്കുന്നത്? ദുര്യോധനൻ ധർമ്മം കൊണ്ടോ ആർജവം കൊണ്ടോ ഓജസ് കൊണ്ടോ അല്ല, കള്ളച്ചൂത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഹരിച്ചത്. സിംഹത്തിൻ്റെ ഇര കുറുക്കൻ പറ്റിക്കും പോലെ. അത് ഒരാൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ മറ്റൊരാൾ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ. മോഷണം അങ്ങനെയേ ഉണ്ടല്ലോ. ഒരാളിൻ്റെ സാധനം എടുത്തുകൊണ്ട് പോകാം, പിന്നെ ഒരാൾ ഉണ്ടാക്കി വെച്ച് അവന് ഉപയോഗിക്കാൻ പറ്റുന്നതിന് മുമ്പ് വേറൊരാളിനെ തട്ടിപ്പറിക്കുകയും ചെയ്യാം. അതാണ് അങ്ങ് ധർമ്മം എന്ന് ഉറവിട്ടുകൊണ്ട് നിർവേദം പൂണ്ട് നപുംസക ജീവിതം കൈക്കൊണ്ടുപോകും. സർവം മുടിക്കുന്ന നിർവേദം കൊള്ളരുതാത്തവർക്കുള്ളതാണ്. ഇത്രയെല്ലാം ക്ഷമിക്കുന്ന നമ്മളെ ധാർത്തരാഷ്ട്രന്മാർ അശക്തരാണെന്ന് കരുതും. അതാണ് ദുസ്സഹം. യുദ്ധത്തിൽ മരിക്കലല്ല, അവനവനെയും ബന്ധുക്കളെയും മോശപ്പെടുത്തുന്ന ധർമ്മം വ്യസനമാണ്, ധർമ്മമല്ല കുധർമ്മമാണ്. ധർമ്മത്തിന് വേണ്ടി എന്ന് കരുതുന്നവൻ ക്ലേശിക്കുകയേ ഉള്ളൂ. അവൻ പണ്ഡിതനല്ല, അവന് ധർമ്മത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. ധർമാർത്ഥകാമങ്ങൾ പരസ്പര ബന്ധമുള്ളതാണ്, കാര്യകാരണങ്ങളാണ്. അവയെ ഒരുമിച്ച് കൊണ്ടു നടക്കണം.
അർത്ഥം കൊണ്ടേ ധർമ്മം നേടാനാവൂ. അർത്ഥമാകട്ടെ ക്ഷത്രിയന് ബ്രാഹ്മണൻ എന്ന പോലെ ഇരന്ന് നേടേണ്ടതല്ല. ധനം നേടുന്നതിന് വേണ്ടി ബ്രാഹ്മണൻ അത് യാചിച്ച് നേടും. പക്ഷെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ക്ഷത്രിയൻ അവൻ്റെ ധനം നേടേണ്ടത് അവൻ്റെ ഓജസ് കാട്ടിയിട്ടാണ്, അവൻ്റെ ധൈര്യം കാട്ടിയിട്ടെന്നാണ് ഭീമൻ പറയുന്നത്. മികച്ച അർത്ഥം നേടുവാൻ അല്പം അർത്ഥം കളയാം. വിള കൊയ്യാൻ വിത്തെറിയും പോലെ മികച്ച അർത്ഥം നേടുവാൻ അല്പം അർത്ഥം കളയാം എന്നാണ്. അതുപോലെ മികച്ച ധർമ്മത്തിന് വേണ്ടി അല്പം ധർമ്മവും വെടിയണം. അതാണ് ബുദ്ധി. പ്രജാപാലനം എന്നതും പുരാണമായിട്ട് തപസ്സാണെന്ന് കേട്ടിട്ടുണ്ട്. നാട്ടുകാരെയൊക്കെ കുട്ടിക്കിഴവന്മാരടക്കം അങ്ങയെ പ്രശംസിക്കുന്നു. അതുകൊണ്ട് അങ്ങ് സർവ്വസന്നാഹങ്ങളും ചെയ്ത് ഞങ്ങളോടുകൂടി യുദ്ധത്തിന് പുറപ്പെടൂ. പാഞ്ചാലിലും വൃഷ്ണികളും എല്ലാം ഇരിക്കെ നമുക്ക് ജയം കിട്ടാതിരിക്കുമോ? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നീ എന്നെ കുത്തിപ്പറഞ്ഞല്ല ശരി, ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല. എൻ്റെ നയക്കേട് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വ്യസനം വന്നത്. ദുര്യോധനിൽ നിന്ന് രാജ്യം നേടാമെന്ന് വെച്ചാണ് ഞാൻ ചൂതുകളിക്ക് പുറപ്പെട്ടത്. പക്ഷേ ഷടനായ ശകുനിയാണ് എന്നോട് നേരിട്ടത്. പകിടകൾ ശകുനിക്ക് അനുകൂലമായി തിരിയുന്നത് കണ്ട് എനിക്ക് ഒഴിയാമായിരുന്നു. എന്നാൽ ചുണ്ടി മനുഷ്യൻ്റെ ധൈര്യം കെടുത്തുന്നു. അന്ന് നീ വീരോചിതമായി എൻ്റെ കൈ പൊള്ളിക്കാൻ പുറപ്പെട്ടത് ചെയ്തു പോയിരുന്നെങ്കിൽ അതെന്തു ദുഷ്കൃതമായേനെ. ഏതായാലും അന്നാ സദസ്സിൽ വെച്ച് ഈ വനവാസ കരാർ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി തെറ്റിക്കാമോ ഭീമ? അന്ന് ഈ വിധം കരാർ ചെയ്യുമ്പോൾ തന്നെ നീ അവിടെ വെച്ച് പൗരുഷത്തോടെ ഇത് പറയാത്തത് എന്തേ? അന്ന് നിനക്ക് പറയാമായിരുന്നല്ലോ ദ്രൗപദിയെ വിടൂന്ന്, നീ പറഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ വിഷത്തിൻ്റെ രുചി നോക്കിയാലത്തെ പോലെ ദുഃഖിക്കുന്നു. അന്ന് ദ്രൗപദിയെ സഭയിലിട്ട് ഇഴച്ചത് കണ്ട് മിണ്ടാതിരുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വിഷത്തിൻ്റെ രുചി നോക്കിയാൽ എന്ന പോലെ ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. ഏത് വിധവും ഇനി കാലം പ്രതീക്ഷിച്ചിരിക്കുക, അതുകൊണ്ടേ ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ ഭീമൻ ചോദിക്കുകയാണ്, ഇനി കാലത്തെ കാത്തിരിക്കണോ? എന്തെങ്കിലും ഗുണം ഉണ്ടാവും, അതിനെ നമ്മൾ കാത്തിരിക്കാനാണ് ഉപദേശിക്കുന്നത്. ഭീമൻ പറഞ്ഞു, അനന്തവും അപ്രമേയവുമായ സർവഹരവുമായ കാലത്തെ പ്രതീക്ഷിക്കുമോ? നിമിഷമാത്രം കൊണ്ട് ആയുസ് ഒടുങ്ങുന്ന മനുഷ്യനോ കാലം പ്രതീക്ഷിക്കേണ്ടത്? അമിതായുസ്സും പ്രമാണജ്ഞാനവും ഉണ്ടെങ്കിൽ കാലം പ്രതീക്ഷിക്കാമായിരുന്നു. നാം 13 കൊല്ലം കാത്തിരിക്കുമ്പോഴേക്കും കാലം നമ്മെ മരണത്തിന് കാഴ്ചവെക്കും. പിന്നെ എന്തിനാണ് നമ്മൾ ധർമ്മം, പിന്നെ എവിടെയാണ് നമ്മൾ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്? അപ്പോഴത്തേക്കും നമ്മൾ മരിച്ചു പോകും എന്നാണ് ഭീമൻ പറയുന്നത്. നമ്മളെ എല്ലാവരെയും ലോകമെല്ലാം, നമ്മളിൽ ആരെയാണ് ലോകമാകെ അറിയാത്തത്? നാം പരാജയപ്പെടുത്തിയ രാജാക്കന്മാരൊക്കെ ധൃതരാഷ്ട്രനെ സഹായിക്കാൻ നിൽക്കും. അവർ നമ്മെ തേടിപ്പിടിച്ചറിയിക്കും. നാം ഇപ്പോൾ 13 മാസം കാട്ടിൽ താമസിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ശത്രുവിനെ കൊല്ലാം. ധർമ്മം, ഏത് ക്ഷത്രിയനും യുദ്ധത്തെ കവിഞ്ഞൊരു ധർമ്മമില്ല എന്നാണ് ഭീമൻ ധർമ്മപുത്രരോട് പറയുന്നത്. ഭീമൻ്റെ വാക്ക് കേട്ട് യുധിഷ്ഠിരൻ നെടുവീർപ്പിട്ടും കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് യുധിഷ്ഠിരൻ തൻ്റെ മനസ്സ് പുറത്ത് പറയുന്നത് കേട്ടോ. അതുവരെ യുധിഷ്ഠിരൻ ഓരോരോ ന്യായങ്ങളും ധർമ്മത്തിൻ്റെ പേരുമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, സാഹസികമായി തുടങ്ങുന്ന ക്രൂരകർമ്മങ്ങൾ വ്യസനത്തിലേ കലാശിക്കൂ. ധർമ്മപുത്ര പറയാണ്, നന്നായി ആലോചിച്ച് ചർച്ച ചെയ്ത് ഒരുക്കം കൂട്ടി ചെയ്ത കർമ്മമേ ഫലം തരൂ. അതിന് വിധി അനുകൂലമാവുകയും വേണം. നീ ചാബല്യം കൊണ്ട് സാഹസമായി ചെയ്യാൻ ഒരുമ്പെടുന്ന കാര്യത്തിൽ ഞാൻ പറയുന്ന കേൾക്കൂ. ഭീഷ്മർ, ദ്രോണർ, കർണർ, അശ്വത്ഥാമാവ്, ദുര്യോധനാദികളായ ധൃതരാഷ്ട്രപുത്രന്മാർ ഇവരൊക്കെയും കൃതാസ്ത്രന്മാരും യുദ്ധോത്സുകരുമാണ്. നാം പണ്ട് തോൽപ്പിച്ച രാജാക്കന്മാരും കൗരവരെ ആശ്രയിച്ച് അവരോട് കൂറുള്ളവരായിരിക്കുന്നു. ദുര്യോധനൻ അവരെ പുത്രമാത്യ സൈനികരോടുകൂടി നന്നായി മാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഭീഷ്മദ്രോണകൃപന്മാർ നമ്മോട് സമമായി പെരുമാറുന്നുണ്ടെങ്കിലും അവർക്ക് ഉണ്ട ചോറിൻ്റെ കടം വീട്ടേതുണ്ട്. അതവർ പ്രാണൻ കളഞ്ഞും വീട്ടും. ഇവരൊക്കെ ദിവ്യാസ്ത്രങ്ങൾ അറിയുന്നവരും ദേവന്മാർക്ക് പോലും ദുർജയരുമാണ്. കൊല്ലാൻ കിട്ടുകയില്ല. മൃഗോദര, എല്ലാ വില്ലാളികളിലും കവിഞ്ഞു നിൽക്കുന്ന സൂതപുത്രൻ്റെ കൈമിടുക്കോർത്ത് എനിക്ക് ഉറക്കം വരുന്നില്ല. അതാണ് വാസ്തവം. അതായത് ധർമ്മപുത്രരെ നന്നായി ഭയക്കുന്നുണ്ട്. ആരെ? കൗരവരെ മുഴുവൻ, പ്രത്യേകിച്ചും കർണനെ. ഭീഷ്മരെയും ദ്രോണരെയും കൃപരെയും ഒക്കെ ഭയമാണ്. ഏറ്റവും പ്രധാനമായിട്ടും കർണനെ നല്ല ഭയമാണ് ധർമ്മപുത്രർക്ക്. ഇവിടെയാണ് ധർമ്മപുത്രർ സത്യം പറയുന്നത്. ഉടനെ തന്നെ ഭീമനുണ്ടായ മാറ്റം കണ്ടോണം. ഇത് കേട്ടപ്പോൾ അത്യമർഷണനായ, അത്യന്തം കോപിഷ്ഠനായി നിന്ന ഭീമസേനൻ ഒരു ഞെട്ടലോടെ മനസ്സ് കെട്ട് മിണ്ടാതിരിപ്പായി. അതായത് ഭീമസേനും ഒരല്പം ആശങ്ക വന്നു. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യാസൻ അവിടെ വന്ന് അവരുടെ സൽക്കാരമൊക്കെ കൈക്കൊണ്ടതിന് ശേഷം വ്യാസൻ പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിലുള്ള വിചാരം അറിഞ്ഞാണ് ഞാൻ വന്നത്. നിനക്ക് ഭീഷ്മദ്രോണാദികളെ ഭയമാണെങ്കിൽ ഞാൻ നിനക്ക് പ്രതിസ്മൃതി എന്നൊരു വിദ്യ ഉപദേശിച്ചു തരാം.
അത് അർജുനന് ഇന്ദ്രാദികളിൽ നിന്ന് അസ്ത്രം നേടാമെന്നും പുരാണമുനിയായ തൻ്റെ അവതാരമായ അദ്ദേഹം തപസ് കൊണ്ട് വിക്രമം കൊണ്ടും അത് സാധിക്കുമെന്നും ഉപദേശിച്ച് അന്തർധാനം ചെയ്തു. അർജുനന് ഉപദേശിച്ചു കൊടുക്കണമെന്നും പ്രതിസ്മൃതി. അപ്പോൾ അർജുനൻ പോയി തപസ് ചെയ്ത് തനിക്ക് ദിവ്യാസ്ത്രങ്ങൾ നേടിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നും വ്യാസൻ പറയുകയാണ്. അപ്പോൾ നിനക്ക് കൗരവരെ ഭയപ്പെടാതെ കഴിയാം എന്ന് വ്യാസൻ ധർമ്മപുത്രരുടെ ഭയത്തെ സമാധാനിപ്പിക്കുകയാണ്. അർജുനൻ പോയി കരുതിയ കാര്യം സാധിച്ച് ദേവകാര്യാർത്ഥം സ്വർഗത്തിൽ ചെന്ന് പാർക്കുകയാണെന്ന് കേട്ട ശേഷം പാണ്ഡവന്മാർ ഇന്ത്യ രാജ്യം ചുറ്റി ഒരു തീർത്ഥയാത്ര കഴിച്ച് വടക്ക് ഗന്ധമാദനത്തിൽ ചെന്ന് പാർത്തു. അവിടെ വെച്ച് 5 കൊല്ലത്തിന് ശേഷം അർജുനൻ ഇന്ദ്രൻ്റെ തേരിൽ സഹോദരന്മാരുടെ അടുക്കൽ തിരിച്ചെത്തി. പിറ്റേന്ന് യുധിഷ്ഠിരൻ ചോദിച്ച അനുസരിച്ച് അർജുനൻ തൻ്റെ ദിവ്യാസ്ത്ര ലാഭകഥ ഇങ്ങനെ വിവരിച്ചു. തനിക്ക് ദിവ്യാസ്ത്രങ്ങൾ കിട്ടിയ കഥ അർജുനൻ വിവരിക്കുകയാണ്. അവിടെയാണ് കിരാതൻ്റെ കഥ പറയുന്നത്. ഞാൻ അങ്ങുപദേശിച്ച വിദ്യ പഠിച്ചു പോയി ഭൃഗുതുംഗത്തിൽ ചെന്ന് തപസ് തുടങ്ങി. പിറ്റേന്ന് വഴിക്ക് കണ്ട ഒരു ബ്രാഹ്മണൻ എന്നോട് യാത്രോദ്ദേശം ചോദിച്ചറിഞ്ഞ് എന്നെ ആദരിച്ച് പ്രീതിപൂർവ്വം പറഞ്ഞു, ഭാരത, തപസ് ചെയ്യൂ, വൈകാതെ ഇന്ദ്രദേവാദികളെ കാണും. ഞാൻ ഹിമവാനിലേറി 1 മാസം കായ്കിഴങ്ങുകൾ മാത്രം ഭക്ഷിച്ചു, 2-ാം മാസം വെള്ളം മാത്രം കുടിച്ചു, 3-ാം മാസം ഒരു ആഹാരവുമില്ലാതെ തപസ് ചെയ്തു, 4-ാം മാസം കൈകൾ മുകളിലേക്ക് ഉയർത്തി തപസ് ചെയ്തുകൊണ്ടിരിക്കെ ചുരമാന്തിക്കൊണ്ടും നിലം കുത്തിപ്പിളർന്നുകൊണ്ടും പന്നിയുടെ വടിവിലുള്ള ഒരു ജന്തു എൻ്റെ സമീപത്തേക്ക് വന്നു എന്നാണ്. അതിൻ്റെ പിന്നാലെ വിൽവാള് അമ്പുകളേന്തി കുറേ പെണ്ണുങ്ങളോടുകൂടി കാട്ടാള വടിവിലുള്ളൊരു ഭൂതവും വന്നു. കുറേ പെണ്ണുങ്ങളോടൊപ്പമാണ് വന്നൊരു കിരാതൻ. ഞാൻ വില്ലെടുത്ത പടുകൂറ്റൻ ജന്തുവിൻ്റെ നേർക്ക് അമ്പയച്ചു. ഒപ്പം തന്നെ ആ കിരാതനും കരുത്തുറ്റ വിൽക്കുലച്ച് എനിക്ക് നടുക്കും ഒരു അമ്പെയ്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, രാജാവേ, ആദ്യമേ ഇതെൻ്റെ ഉരുവാണ്. നീ നായാട്ടു മര്യാദ വിട്ട് ചെയ്യുവാനെന്തേ? ഞാൻ കൂരമ്പുകൾ കൊണ്ട് നിൻ്റെ കുറുമ്പടക്കിയേക്കാം, ഉറച്ചു നിൽക്കുക. ഇതും പറഞ്ഞ പടുകൂറ്റൻ എൻ്റെ നേർക്ക് പാഞ്ഞെത്തി. ഞങ്ങൾ തമ്മിൽ യുദ്ധം തുടങ്ങി. അപ്പോൾ അവനെതിരെ അമ്പുകൾ എയ്തപ്പോൾ തന്നെ അവൻ 100ഉം 1000ഉമായി പെരുകി. അതിന് നേർക്കൊക്കെയും ഞാൻ അമ്പെയ്തു. അപ്പോൾ ആ ശരീരങ്ങളെല്ലാം കൂടി ഒന്നായി. ഞാൻ അതിനെയും പൊതിഞ്ഞു. അയാൾ ഇത്തിരി ശരീരവും പെരുത്ത തലയുമായും പെരുത്ത ശരീരവും ഇത്തിരി തലയുമായും ഒക്കെ പാഞ്ഞെടുത്തു. അമ്പുകളെ കൊണ്ട് അയാളെ തോൽപ്പിക്കാനാവില്ലെന്ന് കണ്ട് ഞാൻ വായവ്യാസ്ത്രങ്ങൾ എടുത്തു. എന്നിട്ടും സാധിച്ചില്ലെന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. പിന്നെ അസ്ത്രങ്ങൾ കൊണ്ട് അതിനെ നേരിടാൻ നോക്കി. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അസ്ത്രങ്ങൾ, എൻ്റെ അജയ്യങ്ങളായ എൻ്റെ ഗാന്ധീവവും അക്ഷയ്യങ്ങളായ ആവനാഴികളും അയാൾ വിഴുങ്ങി. പിന്നെ ഞങ്ങൾ തമ്മിൽ ബാഹ്യയുദ്ധം തുടങ്ങി. അയാൾ അടിച്ചും മുഷ്ടി കൊണ്ടിടിച്ചും എന്നെ നിലത്ത് വീഴ്ത്തിക്കഴിഞ്ഞു. ഞാൻ അനങ്ങരുതാതെ കിടപ്പായി. പെട്ടെന്ന് ആ ഭൂതം പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്ത്രീകളോടുകൂടി ഞാൻ കാണെ അവിടെ നിന്ന് തന്നെ മറഞ്ഞുപോയി. അതായത് ഈ കഥയ്ക്ക് വേറെയും ഒക്കെ ഉണ്ട് കേട്ടോ. അർജുനൻ അമ്പുകൾ കൊണ്ട് നമ്മൾ കണ്ണശ്ശരാമായണത്തിൽ പഠിക്കുന്ന പോലെ വിജയൻ വിൽത്തടിയിനാൽ തിരുവുടമ്പുടയുമാർ അറൈന്ത്, അങ്ങനെയുള്ള വീക്ഷണങ്ങളൊക്കെ ഉണ്ട്. വിജയൻ ഈ കാട്ടാളിനെ അടിച്ചു വീഴ്ത്തിയെന്നും ദണ്ഡ നമസ്കാരം ചെയ്തെന്നും ഒക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. പിനാകപാണിയും വൃഷധ്വജനുമായ ഭഗവാൻ ഉമ്മയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. ഞാൻ തുഷ്ടനായി എന്ന് പറഞ്ഞു. നിനക്ക് അമരത്വം ഒഴിച്ച് ബാക്കി എന്തും മരിക്കരുത് എന്നുള്ളതൊഴിച്ച് വേറെ എന്ത് നിനക്ക് അനുഗ്രഹം വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിച്ചു. അദ്ദേഹം ദിവ്യാസ്ത്രം കൊടുത്തു. ദേവന്മാരുള്ള അസ്ത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അർജുനൻ പറഞ്ഞു. അവിടുന്ന് തൻ്റെ പാശുപതാസ്ത്രം നൽകി എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ മുമ്പ് കണ്ട ബ്രാഹ്മണനെ കണ്ടു. ഞാൻ വിവരമെല്ലാം അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റാർക്ക് സഹായിച്ചിട്ടില്ലാത്ത വിധം നീ മഹാദേവനെ കണ്ടുവല്ലോ. ഇന്ദ്രൻ, യമൻ തുടങ്ങിയ ലോകപാലന്മാരെയും നീ കാണും. അവരുടെ അസ്ത്രങ്ങൾ നീ വാങ്ങണം എന്ന് പറയുന്നു. പിന്നെ എന്ത് ചെയ്തു? ദേവേന്ദ്രന്മാർ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ബാക്കി ദേവന്മാരും എല്ലാവരും വന്നു. എന്നിട്ട് അവരുടെ കൈവശമുള്ള എല്ലാ അസ്ത്രങ്ങളും ദിവ്യാസ്ത്രങ്ങളും അവർ അർജുനന് നൽകി. എന്നിട്ട് അദ്ദേഹത്തെയും കൊണ്ട് ദേവലോകത്തേക്ക് പോയി. അവിടെ നിന്ന് ഇന്ദ്രനിൽ നിന്ന് ശസ്ത്രാദ വിദ്യകൾ പഠിച്ചതുപോലെ ചിത്രസേനനിൽ നിന്നും നൃത്തസംഗീതങ്ങൾ പഠിച്ച് നിവാത കവചാദികളെ വധിച്ച് അദ്ദേഹം തിരിച്ചെത്തിയിട്ടാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക്. എങ്ങനെയാണ് താൻ ഈ അസ്ത്രങ്ങൾ നേടിയത്, ദിവ്യാസ്ത്രപ്രാപ്തി തനിക്ക് എങ്ങനെയുണ്ടായി എന്നുള്ള കഥ പറയുന്നത്. ഇനിയാണ് കുട്ടികൃഷ്ണമാരാർ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ഈ കിരാത വിജയം കഥയിലൂടെ വ്യാസൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മാരാർ പറയുന്നത്. അന്ന് പുരാണർഷിയായ മാർക്കണ്ഡേയൻ യുധിഷ്ഠിരൻ്റെ നില കണ്ട് ചിരിച്ചു പോയത് അദ്ദേഹം തന്നെ നൽകിയ വ്യാഖ്യാനം വെച്ച് നോക്കിയാൽ അതിൻ്റെ സുവിസ്തൃതമായൊരു ഭാഷ്യമാണ് കിരാതകഥയിൽ അവസാനിക്കുന്ന ഈ ഭാഗം എന്ന് കാണാം. ഇത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. യുധിഷ്ഠിരൻ്റെ നില കണ്ട് ചിരിച്ചു പോയി. യുദ്ധത്തിൻ്റെ പരിണാമമല്ലോ
ആദ്യത്തെ ആ മാർക്കണ്ഡേയൻ്റെ കഥ പറയുന്ന സമയം നേശേ ബലസേതി ചരിതധർമ്മം, ആ ലേഖനത്തിൽ ആ ചിരിയുടെ വ്യാഖ്യാനം കൊടുക്കുന്നതിനെ അതിൻ്റെ സുവിസ്തൃതമായൊരു ഭാഷ്യമാണ് കിരാതകഥയിൽ അവസാനിക്കുന്ന ഈ ഭാഗമെന്ന് കാണാം. എങ്ങനെ എന്നൊരു ചോദ്യം ചോദിക്കാവുന്നതാണ്. കാരണം ഇത് തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നേശേ ബലസേതി ചരിതധർമ്മവും കിരാതമൂർത്തിയും ഇവിടെ തന്നെ അദ്ദേഹം ആ പെടുത്താം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യുധിഷ്ഠിരൻ്റെ ആധിപത്യം വിട്ട് കാട്ടിലേക്ക് പോകുന്ന സത്യത്തിന് വേണ്ടിയാണെന്ന് സമർത്ഥിക്കുന്നതിനാവും പലപാട് പ്രഖ്യാപിക്കപ്പെട്ടതുമാണ്. എന്നാൽ ഇവിടെ കണ്ടതിന് വണ്ണം ദ്രൗപദിയും ഭീമസേനും കൂടി ഇരുവശത്തു നിന്ന് നല്ലൊരു ബലിയൊഴിച്ചിൽ നടത്തിയപ്പോൾ ധർമാനുഷ്ഠാവിൻ്റെ ഹൃദയത്തിൽ പതുങ്ങിയ ദൗർബല്യബോധം ഇളകിച്ചാടി. അതായത് ശരിക്കും പറഞ്ഞാൽ ധർമ്മപുത്രക്ക് ധർമ്മബോധത്താലല്ല അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നത്, പകരം അദ്ദേഹത്തിൻ്റെ ദൗർബല്യബോധത്താലായിരുന്നു എന്നാണ്. തൻ്റെ സഹോദരന്മാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും തികച്ചും ബലവാനായിരുന്നിട്ടും ഭീഷ്മപ്രമുഖരായ കൗരവരെ ജയിക്കാൻ പോരാ എന്ന ഭയമാണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് യാതൊരുവിധ ബലപ്രയോഗത്തിന് നിൽക്കാതെ പിന്നീടും അതിന് തുനിയാതെ വിദിതാവെല്ലാം നടത്തിത്തരും എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദൗർബല്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയും ഭീമൻ പോലും കുറച്ചു നേരം ദുർബലനായിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഏറ്റവും അധികം കോപിഷ്ഠനായിരുന്നു. യുധിഷ്ഠിരൻ്റെ ഈ ദുർബലതയെ മാർക്കണ്ഡേയൻ കണ്ടറിഞ്ഞ് ഉദാസീനമായി സൂചിപ്പിച്ചു കൊടുത്തതേ ഉള്ളൂ. ആണ് നേശേ ബലസേതി ചരേതധർമ്മം. ബലമില്ലെന്ന് ബലമില്ലാത്തവൻ അധർമ്മം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണല്ലോ മാർക്കണ്ഡേയൻ ചെയ്യുന്നത്. അതായത് ബലമുണ്ട് എന്നൊരു ബോധം ഒരു മനുഷ്യന് വേണമല്ലോ, ബലബോധം വേണമല്ലോ. ധർമ്മപുത്രർക്കില്ല എന്നാണ് ആ ചിരിയുടെ അർത്ഥം. ഈ ധർമ്മജാതികളിൽ പക്ഷപാതിയായ വ്യാസനാകട്ടെ എഴുന്നള്ളി വന്ന് ആ ഭയം അകറ്റുവാൻ തക്ക ഉപദേശം നൽകി. ശരി, ബലബോധം നിനക്കില്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ പ്രതിസ്മൃതി എന്ന് പറയുന്ന മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ് വ്യാസൻ, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ ബലബോധമില്ലായ്മയെ, ആ ഭയത്തിൽ നിന്നും. എന്നാൽ ദ്രോണരുടെ ശിഷ്യാഗ്രണിയും ഖാണ്ഡവദാഹത്തിൽ ഇന്ദ്രനെപ്പോലും എന്നവനും ദിഗ്വിജയം നേടിയവനുമായ അർജുനന് കുറെ കൂടി ദിവ്യാസ്ത്രങ്ങൾ നേടിക്കൊടുക്കുകയാണോ പുറമേ കാണും വിധം വ്യാസൻ നൽകിയ യോഗവിദ്യയുടെ ഉദ്ദേശം? മനസ്സാ ദുർബലനായ ഒരാൾക്ക് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ബലവും കൈവന്നിട്ട് എന്ത് ഫലമുള്ളൂ? മനസ്സുകൊണ്ട് ഒട്ടും ധൈര്യമില്ലാത്ത ഒരാളിന് കുറേ ആയുധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അത് എങ്ങനെ ഉപയോഗിക്കും? ആദ്യം അയാൾ ബലബോധമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അർജുനൻ നേടിയ പാശുപതാദി ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടൊന്നുമല്ല പാണ്ഡവർ ഭാരതയുദ്ധത്തിൽ ജയിച്ചത്. അതിനു മുമ്പ് തന്നെയുള്ള കഴിവുകൾ കൊണ്ടിലും അതിലുമധികം തങ്ങൾ അതുവരെ ചെയ്തിട്ടില്ലാത്ത പല അധർമാചരണങ്ങളെ കൊണ്ടുമാണ്. അതായത് ഭാരതയുദ്ധത്തിൽ ജയിച്ചത് അർജുനൻ്റെ അസ്ത്രങ്ങൾ കൊണ്ടല്ല ശരിക്കും എന്നാണ് കുട്ടികൃഷ്ണമാരാർ പറയുന്നത്. അതുവരെ തങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള പല പല ധർമ്മപ്രവൃത്തികൾ കൊണ്ടും അതിനുശേഷം ചെയ്ത പല അധർമ്മപ്രവൃത്തികൾ കൊണ്ടുമാണ് അവരത് നേടിയത് എന്നാണ്. അപ്പോൾ വേണ്ടി വന്നാൽ അധർമ്മം പോലും ചെയ്യുവാൻ വേണ്ട മനോബലം ഉണ്ടാക്കുകയും അതുവഴിക്ക് ബലപൂർണത വരുത്തുകയുമാണ് ആ യോഗവിദ്യ ഉപദേശത്തിൻ്റെ ആന്തരാർത്ഥം എന്ന് വരണം. അതായത് അധർമ്മം ചെയ്യേണ്ടുന്ന സന്ദർഭത്തിൽ അധർമ്മം ചെയ്തു തന്നെ നേടണം. അതാണ് ക്ഷത്രിയൻ്റെ ധർമ്മം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഈ നിഗമനത്തിൻ്റെ വെളിച്ചത്തിൽ നാം കിരാതകഥയെ പരീക്ഷിക്കുക. പുരാതന കാലത്തെ കിരാതനിൽ നിന്ന് പരിഷ്കരിച്ച് വരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അധർമ്മം എന്നതിന് കിരാതത്വം എന്നാണ് അർത്ഥം. അധർമ്മം എന്ന് പറഞ്ഞാൽ കിരാതം, നമ്മുടെ തന്നെ ഉള്ളിലുള്ള അധർമ്മം, കിരാതത്വം, നമ്മുടെ ഉള്ളിലുള്ള കൊള്ളരുതായ്മകൾ. അർജുനൻ പലകാലം ബദരിയാശ്രമത്തിൽ തപസ് ചെയ്ത് നരനാരായണന്മാരിൽ ആദ്യത്തെ ആളുടെ അവതാരമാകിയാൽ അദ്ദേഹത്തിന് ധർമ്മവ്രതത്തിന് തപസിദ്ധിക്ക് ദിവ്യാസ്ത്രം എന്നും വ്യവഹരിക്കാം. അർജുനൻ്റെ തപസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യാസ്ത്രങ്ങൾക്ക് തുല്യമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ അർത്ഥം ഇതായി: ഏത് ദിവ്യാസ്ത്ര വൈഭവത്തിൻ്റെയും മുന്നിൽ, ഏത് തപസ്സിൻ്റെയും മുന്നിൽ, ഏത് ദിവ്യാസ്ത്രത്തിൻ്റെയും മുന്നിൽ ആ കിരാതത്വം, ആ അധർമ്മം അത്ഭുത വിചിത്രവും ഭീഷണ ബീഭത്സവുമായ രൂപത്തിൽ ഏറ്റുവരും. ഭയം ജനിപ്പിക്കുന്ന കിരാതനായി അധർമ്മം ഒരാളിൻ്റെ മുന്നിൽ, ഏത് വലിയ തപസ്വിയുടെയും ഏത് ആയുധാസ്ത്രങ്ങളുള്ളവൻ്റെയും മുമ്പിൽ വന്ന് നിൽക്കും അധർമ്മം എന്നാണ്. ധർമ്മനിഷ്ഠയ്ക്ക് ആ അധർമ്മത്തോട് തോറ്റു വീഴേണ്ടി വരും. കാരണം തപസ്സിദ്ധിയുടെ ദിവ്യാസ്ത്രങ്ങളെല്ലാം, തപസ്സിദ്ധി കൊണ്ട് നേടിയെടുത്തിരിക്കുന്ന, അപ്പുറത്ത് നിൽക്കുന്ന അധർമ്മത്തെ എതിർക്കാൻ വേണ്ടി നേടിയെടുത്തിരിക്കുന്ന ഈ എല്ലാ ദിവ്യാസ്ത്രങ്ങളും ആ കിരാതത്വത്തിൽ നിന്ന് പരിണമിച്ചതാണ്. അസ്ത്രങ്ങളെല്ലാം, ഈ ആയുധങ്ങളെല്ലാം അധർമ്മത്തിൽ നിന്നുണ്ടായതാണല്ലോ. അധർമ്മത്തിന് വേണ്ടിയും അധർമ്മത്തിൽ നിന്നും ഉണ്ടായവയാണ് ഈ അസ്ത്രങ്ങളെല്ലാം. അതൊരു വശത്തും,
തപസിദ്ധി കൊണ്ട് സിദ്ധിച്ച ആയുധങ്ങൾ ഒരു വശത്തും, അത് തപസ് ചെയ്തിട്ടാണ് ഈ അധർമ്മത്തിൻ്റെ ഫലമായുണ്ടാകുന്ന ആയുധങ്ങളെ നേടിയെടുത്തിരിക്കുന്നത്, അതൊരു വശത്തും, അതിൻ്റെ കാരണമായ അധർമ്മം മറുവശത്തും നിന്നാണ് ഏൽക്കുന്നത്, ഏറ്റുമുട്ടേണ്ടി വരുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ കിരാതത്വത്തിൽ നിന്ന് പരിണമിച്ചവയാണല്ലോ അവയെ അതിന് നിഷ്പ്രയാസം വിഴുങ്ങാം. ഏത് അധർമ്മത്തിനും ഏത് ദിവ്യാസ്ത്രത്തെയും ഏത് തപസ്സിനെയും വിഴുങ്ങാൻ പറ്റും. ഈ കിരാതത പ്രതിസ്മരണത്തെ ഉദ്ദേശിച്ചുള്ളത് തന്നെ ആവണം പ്രതിസ്മൃതി എന്ന വിദ്യാനാമം. പ്രതിസ്മൃതി ഇത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം പ്രതിസ്മൃതി എന്നൊരു മന്ത്രം തന്നെ ഉപദേശിച്ചു കൊടുത്തത് എന്നാണ്. പ്രതിസ്മരണമാണല്ലോ ഇത്. അതായത് അധർമ്മത്തിൽ നിന്നാണ് ആയുധങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വശത്ത് ആയുധവും മറുവശത്ത് അധർമ്മവും നിന്നാൽ അധർമ്മം ആയുധത്തെ മുഴുവൻ ഏറ്റ് വിഴുങ്ങും എന്നാണ്. ഇത് കിരാതകതയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിചാരിക്കും പോലെ ഒരു ഗർവടക്കൽ തന്നെ. പക്ഷെ അർജുനൻ എന്നൊരു വ്യക്തിയുടെ ഗർവടക്കലല്ല. അദ്ദേഹത്തിന് താൻ സാക്ഷാൽ മഹാദേവനോട് പോലും യുദ്ധം ചെയ്തിട്ടുണ്ട്, അവിടത്തോട് മാത്രമേ തോറ്റിട്ടുള്ളൂ എന്ന് ഗർവ് കൂടുകയാണല്ലോ ഉണ്ടായത്. പിന്നെയാണോ ധർമ്മനിഷ്ഠതാഭിമാനമുള്ള മനുഷ്യൻ്റെ ഗർവടക്കലാണ്. അവൻ ഏത് ദിവ്യാസ്ത്രം നേടുന്നതിനും തന്നിലുള്ള കാട്ടാളത്തോട് പടവെട്ടി തോറ്റിട്ടാണെന്ന പരമാർത്ഥ ബോധമുണ്ടാക്കാൻ, അതായത് തൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ ദിവ്യാസ്ത്രപ്രാപ്തിയെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അർജുനൻ്റെ ഗർവടക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാനോ ആണെങ്കിൽ അർജുനന് അപ്പോഴും ഗർവ് കൂടുകയാണ് ഉണ്ടായത്. കാരണം അർജുനൻ അപ്പോൾ വിചാരിക്കുന്നത് താൻ മഹാദേവനെ പോലും തോൽപ്പിച്ചല്ലോ, മഹാദേവനോട് പോലും യുദ്ധം ചെയ്തിട്ടുണ്ട്, അവിടത്തോട് മാത്രമേ താൻ തോറ്റിട്ടുള്ളൂ എന്നുള്ള ഗർവ് അപ്പോഴും അർജുനന് കൂടുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധർമ്മിഷ്ഠതാഭിമാനമുള്ള, താൻ ധർമ്മിയാണ്, ഞാൻ ധർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ, താൻ ഒരിക്കലും അധർമ്മം ചെയ്യില്ല എന്ന അഭിമാനമുള്ള ഒരു മനുഷ്യൻ്റെ ഗർവടക്കലാണത്. ഗർവടക്കൽ തന്നെയാണ്, പക്ഷെ അർജുനൻ്റെ ഗർവടക്കലല്ല. ധർമ്മബോധത്തെക്കുറിച്ച് അത്യധികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഗർവടക്കലാണ്. അവൻ ഏത് ദിവ്യാസ്ത്രം നേടുന്നത് തന്നെയുള്ള കാട്ടാളത്തോട് പടവെട്ടി തോറ്റാണെന്ന പരമാർത്ഥ ബോധമുണ്ടാക്കാൻ. ഈ അസ്ത്രങ്ങൾ നീ നേടുന്നുണ്ടെങ്കിൽ അത് അതിന് തന്നെ കാരണമായ കാട്ടാളത്വത്തോട് നീ പടവെട്ടി തോക്കുമ്പോഴാണ് നിനക്ക് ഈ ദിവ്യാസ്ത്രപ്രാപ്തി ഉണ്ടാകുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ. അല്ല, നിൻ്റെ മിടുക്കല്ല, അത് നീ അധർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ആയുധങ്ങൾ നേടുന്നതിന് വേണ്ടി ചെയ്ത തപസ് മാത്രമാണ്, അല്ലാതെ അതിൽ ഗർവിഷ്ഠനാകണ്ട എന്ന് ഓർമ്മിപ്പിക്കാനാണ്. എന്ന് വെച്ച് തഞ്ചം പോലെ തന്നെയുള്ള കാട്ടാളത്വത്തിന് അതിൻ്റെ ആദ്യത്തെ ചെറുഞാണുള്ളി കേട്ട് നടുങ്ങി അച്ചുമൂളിക്കൊണ്ടാൽ ദിവ്യാസ്ത്രം കൈവരുമെന്ന് ആശിക്കണ്ട. അവിടെ കാട്ടാളൻ ജയിച്ചു പോവുകയല്ലാതെ ഭഗവാൻ പ്രത്യക്ഷപ്പെടൽ ഉണ്ടാവില്ല. അവസാന കൈകൂടി നോക്കി ദിവ്യാസ്ത്ര പ്രതീക്ഷയും ഇല്ലാതെ അവനോട് എതിർത്ത് നിന്നാലേ രക്ഷയുള്ളൂ. എനിക്കിപ്പോൾ ദിവ്യാസ്ത്രം കിട്ടും എന്ന് പറഞ്ഞിട്ട് നേരെ തന്നെ ആദ്യത്തെ ഞാനുള്ളി കേൾക്കുമ്പോൾ പേടിച്ചരണ്ടു പോയാൽ ഒരിക്കലും ദിവ്യാസ്ത്രപ്രാപ്തി ഉണ്ടാവില്ല. അതിനോട് ഏറ്റുമുട്ടി അവസാനം വരെയും നിന്നാൽ മാത്രമേ ഇത്തരം അസ്ത്രപ്രാപ്തി ഉണ്ടാകൂ എന്നാണ്. ചുരുക്കത്തിൽ ബലവത്താ ബോധമാണ് ധർമ്മത്തിൻ്റെ ഉപനിഷത്തെന്നർത്ഥമായി. ഇവിടെ ഗാന്ധിജിയുടെ കാതലായൊരു പ്രസ്താവനയെ കൂടി ഉദാഹരിക്കട്ടെ. അദ്ദേഹം തെക്കേ ആഫ്രിക്കയിൽ വെച്ച് തുടങ്ങിയ സത്യാഗ്രഹ സമരത്തിന് അതിനെ പേര് കണ്ടുപിടിക്കും മുമ്പ് പാസീവ് റെസിസ്റ്റൻസ് എന്നാണ് പേര് പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഇംഗ്ലീഷ് പേരിൽ നടന്നിട്ടുള്ള സമരങ്ങളെല്ലാം ദുർബലന്മാരെന്ന് സ്വയം വിചാരിക്കുന്നവയുടെ വകയായിരുന്നതുകൊണ്ട്, അതായത് പാസീവ് റെസിസ്റ്റൻസ് എന്ന് വളരെ സമാധാനപൂർണമായ ഒരു എതിർപ്പ് എന്നുള്ളത് വെറും ദുർബലന്മാർ മാത്രം നടത്തുന്ന ഒന്നായതുകൊണ്ട് ഗാന്ധിജിയുടെയും പ്രസ്ഥാനവും അങ്ങനെയാണെന്ന് കരുതിക്കൊണ്ടാണ് മാന്യന്മാർ അതിനോട് സഹാനുഭൂതി കൊണ്ടത്. പാപാവഹമായ ഈ ദൗർബല്യാരോപണം ഗാന്ധിജിക്ക് ദുസ്സഹമായി. ഈ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം തൻ്റെ സമരക്രമത്തിന് പുതിയൊരു പേർ കൊടുക്കാൻ നിശ്ചയിക്കുകയും അങ്ങനെ സത്യാഗ്രഹം എന്നാണ് ടെക്സ്റ്റ് കിടക്കുന്നത്, സത്യഗ്രഹം എന്നാണ് യഥാർത്ഥ വാക്ക് കേട്ടോ, പേർ കണ്ടുപിടിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. സത്യഗ്രഹം ഏറ്റവും കവിഞ്ഞ ബലമുള്ളവർക്ക് മാത്രം, നിർഭയന്മാർക്ക് മാത്രം നടത്താവുന്നതാണെന്നും ദൗർബല്യബോധത്തോടെ നടത്തുന്ന സത്യഗ്രഹം പോലും പാപമാകുമെന്നും ഗാന്ധിജി പലപാട് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ അങ്ങേയറ്റത്തെ അഹിംസയുടെ അഭിഭാഷകരായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ലോകമഹായുദ്ധത്തിൽ ഒരു കക്ഷിയോട് ആയുധം വെച്ച് സത്യഗ്രഹം എടുക്കാൻ പോലും ഉപദേശിച്ച അദ്ദേഹം ഒന്നിലധികം തവണ പ്രാണിഹിംസ ചെയ്യുവാൻ അനുമതി നൽകണമെന്ന് വന്നപ്പോൾ അതും കൂസലില്ലാതെ ചെയ്യുകയുണ്ടായി. അതാണ് സത്യഗ്രഹത്തെ ഒരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹം പ്രാണിഹിംസ ചെയ്യണ്ടേ എന്ന് വന്നപ്പോൾ ചെയ്യുകയുമുണ്ടായി എന്നാണ് പറയുന്നത്. നമുക്ക് ഭാരതകഥയിലേക്ക് തന്നെ തിരിയുക. യുധിഷ്ഠിരൻ കൗരവപക്ഷത്തെ ദുർജയമെന്ന് വിചാരിക്കും പോലെ പാണ്ഡവന്മാർ ദേവന്മാർക്ക് പോലും ദുർജയരാണെന്ന് ദുര്യോധനാദികൾക്കും പലപാടറിയാം. എന്നിട്ടും അവർ പാണ്ഡവദ്വേഷത്തിൽ നിന്ന് അവസാന ഘട്ടത്തിൽ പോലും ദൗർബല്യശങ്ക പിടിപെട്ട് ഒരൊറ്റ അടിയും പിന്നോക്കം വെച്ചില്ല.
അതാണ് അസാധാരണമായ ബലബോധമുള്ളവരാണ് കൗരവർ എന്നാണ്. ഭാരതയുദ്ധത്തിൽ തൻ്റെ പക്ഷത്തുള്ളവർ 99% മരിച്ചിട്ട് ഏതാണ്ട് താൻ ഒറ്റയ്ക്കായ ദുര്യോധനോട് കൃപാചാര്യർ ഇനിയെങ്കിലും പാണ്ഡവരോട് സന്ധി ഉണ്ടായി സ്വസ്ഥമായിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് കൃപർ മോഹാലസ്യപ്പെട്ട് വീണു. അപ്പോൾ ദുര്യോധനൻ അപ്പോഴാദ്യമായി ചുട്ട നെടുവീർപ്പോടെ അതേപ്പറ്റി ആലോചിച്ചു. എങ്കിലും തങ്ങൾ തമ്മിൽ ഇന്നോളം നടന്ന പിണങ്ങൾക്ക് ശേഷം ഇനി ഇണക്കമുണ്ടാവുക സാധ്യമല്ലെന്നും ഉണ്ടായാൽ തന്നെ ഈ ഭൂമിയാകെ നിഷ്കണ്ടകമായി ഭുജിച്ചിട്ട് ഇനി പാണ്ഡവപ്രസാദത്തിന് കീഴിലിരിക്കുക എന്നത് തനിക്ക് വയ്യെന്നും തീർത്തു പറഞ്ഞു. അതാണ് അവസാനം വരെയും തൻ്റെ ക്ഷാത്രധർമ്മം അദ്ദേഹം ഉപേക്ഷിച്ചതേയില്ല എന്നാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞ ഹിതവാക്യത്തെ താൻ അവഗണിക്കുകയല്ല, പക്ഷെ ഇനി സന്ധി ഉചിതമെന്ന് തോന്നുന്നില്ല. ഒരു ക്ഷത്രിയൻ നേടേണ്ടതെല്ലാം നേടിയതിന് ശേഷം എനിക്കിപ്പോൾ യുദ്ധത്തിലുള്ള കാലമായി. ക്ഷത്രിയന് സ്വഗൃഹത്തിന് കിടക്കയിൽ കിടന്ന് ചാവുന്നത് നിന്ദ്യമാണ്, അധർമ്മമാണ്. ജരബാധി ചാവലാദിയും പറഞ്ഞ് വയ്യാതെ കിടന്ന് കരയുന്ന ബന്ധുക്കളുടെ നടുക്ക് വെച്ച് ചാവുന്നവനാണല്ല. എനിക്ക് വേണ്ടി പ്രയത്നിച്ച പിതാമഹൻ, ആചാര്യൻ, ജയദ്രഥൻ, കർണൻ, ദുശാസനൻ മുതലായവരെല്ലാം ഇതാ ചോരയിലാണ്ട് നിലത്ത് കിടക്കുന്നു. അവർ തുറന്ന വഴി ദുർഗമമെങ്കിലും അവരുടെ പ്രയാണം കൊണ്ട് തന്നെ എനിക്ക് സുഗമമായി കിടക്കുന്നു. അവർ ചെയ്തു തന്നതിനോടുള്ള കടപ്പാട് തീർക്കേണ്ടത് ഓർക്കുമ്പോൾ എനിക്ക് രാജ്യത്തിൽ മനസ്സിരിക്കുന്നില്ല. ഈ ഗുരുഭ്രാതൃ സുഹൃത്തുക്കളെയെല്ലാം വീഴ്ത്തിയിട്ട് ഞാൻ ജീവിച്ചാൽ ലോകം എന്നെ പുച്ഛിക്കും. അതുകൊണ്ട് ലോകത്തിന് ഇത്രയെല്ലാം പരാഭാവം ഏൽപ്പിച്ചു കഴിഞ്ഞ ഞാൻ ഇനി വേണ്ടും പോലെ യുദ്ധം ചെയ്ത് സ്വർഗം പോവുകയേ ചെയ്യൂ, മറ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം വരെ യുദ്ധം ചെയ്ത ആളാണ് ദുര്യോധനൻ. അതുകൊണ്ടാണ് ദുര്യോധന സ്വർഗപ്രാപ്തി ഉണ്ടായത്. ഗദായുദ്ധത്തിനേറ്റപ്പോൾ എതിരാളിയുടെ വീരവാദങ്ങൾക്ക് മറുപടിയായി അയാൾ പറഞ്ഞു, ഭീമനോട് പറയാണ്, ഞാൻ മുമ്പ് നിങ്ങളോട് ചെയ്ത ദുഷ്കർമ്മങ്ങളെപ്പറ്റി പറഞ്ഞുവല്ലോ, അത് മുഴുവനുമില്ല, കുറച്ചേ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. കാട്ടുജീവിതം, പരഗൃഹത്തിൽ വിടുവേല, വേഷം മാറ്റം എന്നിവ നിങ്ങൾക്ക് കെട്ടിയേൽപ്പിച്ചു. ഇന്നെൻ്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടെങ്കിൽ ആ നാശം നമുക്ക് 2 കൂട്ടർക്കും തുല്യമാണ്. എൻ്റെ ബന്ധുക്കൾ ചത്ത പോലെ നിൻ്റെ ബന്ധുക്കളും ചത്തിട്ടുണ്ട് എന്നാണ് ഭീമനോട് പറയുന്നത്. ഇനി ഞാൻ യുദ്ധത്തിൽ വീഴുകയാണെങ്കിൽ തന്നെ അത് തുലോം ശ്ലാഘ്യമാണ്, കാലമാണ് അതിന് കാരണം. ഇന്നും എന്നെ പടക്കളത്തിൽ ധർമ്മവഴിക്ക് ജയിക്കാൻ ആരുമില്ല. കള്ളത്തരം കൊണ്ട് ജയിച്ചാലോ നിങ്ങൾക്ക് അകീർത്തി ഉറച്ചു. തീർച്ചയായും നിങ്ങളതിൽ പശ്ചാത്തപിക്കും. കൗന്ദയ, വെറുതെ അലറേണ്ട, യുദ്ധത്തിൽ നിനക്കുള്ള ഊക്ക് കാണിച്ചോ എന്നാണ് പറയുന്നത്. അവസാന നിമിഷം തൻ്റെ എല്ലാ ബന്ധുക്കളും മരിച്ചു, താനും അവശനാണ്. അപ്പോഴും ദുര്യോധനൻ പറയുന്ന അതാണ്, എൻ്റെ എല്ലാവരും ചത്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ എല്ലാവരും ചത്തിട്ടുണ്ട്, നമുക്ക് തുല്യമാണ് ദുഃഖം, അതിനെക്കുറിച്ച് നീ പറയണ്ട, നീ നിൻ്റെ ഊക്ക് കാണിച്ചോ, വലിയ വീര്യം പറയാതെ എന്നാണ്. എന്നിട്ട് ചതിവ് കൊണ്ടാണ് നിങ്ങൾ എന്നെ വീഴ്ത്തുന്നത് എന്നും പറഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ്റെ ഒരു ചെറിയ അധർമ്മത്തിലൂടെ ഭീമൻ തുടയടിച്ച് ചതച്ച് ദുര്യോധനെ താഴെ വീഴ്ത്തി. എന്നിട്ട് പറയുന്നു, വീഴ്ത്തുന്നതിന് മുമ്പ് കൃഷ്ണൻ പറയുന്നു, ഈ മനുഷ്യാധമനെ നീ ഇനി മിത്രമെന്നോ ശത്രുവെന്നോ കരുതാനില്ല. മരമുട്ടി പോലായ ഇവൻ്റെ മേൽ ഇനി വാക്കുകളെ കൊണ്ട് വെട്ടിയിട്ടെന്താണ്? ഈ അധിക്ഷേപം കേട്ട് പൊറുക്കാനാകാത്ത ആ രാജാവ്, കൃഷ്ണനാണിത് പറയുന്നത് കേട്ടോ, ഈ മനുഷ്യാധമനെ ഇനി മിത്രമെന്നോ ശത്രുവെന്നോ കരുതാനില്ല. മരമുട്ടി പോയ എന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ, ഒരു കഷ്ണം പോലെയായി ഇവൻ്റെ മേൽ ഇനി വാക്കുകളെ കൊണ്ട് വെട്ടിയിട്ടെന്താണ്? ഈ അധിക്ഷേപം കേട്ട് പൊറുക്കാത്ത ആ രാജാവ് വാൽ മുറിക്കപ്പെട്ട സർപ്പത്തെപ്പോലെ 2 കൈയും നിലത്തൂന്നി ഉരകൊണ്ട് നിവർന്നു നിന്ന പ്രാണൻ പോകുന്ന വേദന വകവയ്ക്കാതെ കൃഷ്ണൻ്റെ നേരെ പുരുകം ചൊളിച്ച് നോക്കിക്കൊണ്ട് ഉഗ്രമായി മറുപടി പറഞ്ഞു. അയാൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഞാൻ വിധിയാമണ്ണം അധ്യയനം ചെയ്തു, ദാനം ചെയ്തു, ഭൂമി അടക്കി വാണു, രാജാക്കന്മാരുടെ തലയ്ക്കുമീതെ നിന്നു, മികച്ച ഐശ്വര്യവും ദേവോചിതമായ ഭോഗങ്ങളും അനുഭവിച്ചു, സ്വധർമ്മം നോക്കുന്ന ക്ഷത്രിയർ ഇഷ്ടപ്പെടുമ്പടിയുള്ള കൊലയുമേറ്റു. എൻ്റേതിനേക്കാൾ നല്ല അവസാനം ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? ഞാൻ സുഹൃത്തുക്കളോടും അനുജന്മാരോടും കൂടി സ്വർഗത്തിലേക്ക് പോവുകയാണ്. നിങ്ങളോ സങ്കല്പം കെട്ട് വിഷാദിച്ച് കഴിഞ്ഞുകൂടേണ്ടിയും വരും. കവി തുടരുന്നു. ധീമാനായ കുരുരാജാവ് ഇത് പറഞ്ഞു നിർത്തിയപ്പോൾ നറുമണം തിരണ്ട പുതുമലരുകളുടെ ഒരു പെരുമഴയുണ്ടായി. ഗന്ധർവന്മാർ ഇമ്പം നൽകുന്ന വാദ്യങ്ങൾ കൊട്ടി. അപ്സരസുകൾ ആ രാജാവിൻ്റെ യശസ്സിനെക്കുറിച്ച് പാടി. സിദ്ധന്മാർ ബലേ ബലേ എന്നർത്ഥം. നറുമണമുള്ള ഒരു നനുത്ത കുളിർകാറ്റ് വീശി. ദിക്കുകളിലും ആകാശത്തിലും വൈഡൂര്യപ്രഭ വ്യാപിച്ചു. കഴിഞ്ഞില്ല. അത്ഭുതമാമാറ് ദുര്യോധനുള്ള ഈ പൂജ കണ്ട് വാസുദേവ പ്രമുഖരായ അവരൊക്കെ ലജ്ജിച്ചു പോയി എന്നുകൂടി വ്യാസൻ പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ ദുര്യോധനൻ വീണപ്പോൾ കൂടി തൻ്റെ ചതഞ്ഞ കാൽ പാണ്ഡവരുടെ തലയിൽ വെച്ചുകൊണ്ടാണ് കിടന്നത്. അതിനെ ദേവൻ ലോകം ആവോളം അനുമോദിച്ചു എന്ന് വർണ്ണിച്ചപ്പോൾ കവി നേശേ ബലസ്യേതി ചരേതധർമ്മം എന്ന മാർക്കണ്ഡേയ സൂക്തത്തിൻ്റെ മറ്റേ അർത്ഥത്തെ താൻ ബലത്തിനാളല്ലെന്ന് വെച്ച്
ചെയ്ത അധർമ്മം പോലും ധർമ്മമാവുന്നതെങ്ങനെ? താൻ ബലത്തിന് ആളാണെന്ന് വെച്ച് ചെയ്ത അധർമ്മം പോലും ധർമ്മമാകുന്നതെങ്ങനെ എന്നതിനെ സമർത്ഥിക്കുകയത്രേ ചെയ്തത്. അതെ, ഉപനിഷത്തുകളോടൊപ്പം ഭാരതവും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായം. താൻ ബലത്തിനാളാണെന്ന് വെച്ച് ചെയ്ത അധർമ്മം പോലും ധർമ്മമാകും എന്നാണ്. തനിക്ക് ബലബോധമുണ്ട്, തനിക്ക് സാധിക്കും എന്ന് വിചാരിച്ച് ചെയ്യുന്ന അധർമ്മങ്ങൾ പോലും ധർമ്മമാണ് എന്നാണ് ദുര്യോധനൻ വിശ്വസിക്കുന്നത്. ധർമ്മമായി തീരുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ദേവലോകപ്രാപ്തി ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മത്തിൻ്റെ തത്വം എപ്പോഴും ഗൂഹനീയമായിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നതല്ല ധർമ്മത്തിൻ്റെ തത്വം. നേരത്തെ പറഞ്ഞല്ലോ, അത് അഗാധതയിലാണ്, ആഴത്തിലാണെന്നാണ് പറയുന്നത്. നമ്മൾ ഉപരിപ്ലവമായി നോക്കിയാൽ കാണുന്നതല്ല ധർമ്മം. ആഴത്തിലെവിടെയോ ആണ്, എന്നോ ആണ്, കാലമാണ് ആ ധർമ്മത്തെ നമുക്ക് കാട്ടിത്തരുന്നത്. അതാണ് കിരാതമൂർത്തി എന്ന് പറയുന്ന ലേഖനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഗർവടക്കലാണ്. അത് ധർമ്മനിഷ്ഠതാഭിമാന ബോധമുള്ള ഒരു മനുഷ്യൻ്റെ ഗർവടക്കലാണ്. താൻ ധർമ്മിഷ്ഠനാണ് എന്ന് വിചാരിക്കുന്ന ഒരാളിൻ്റെ ഗർവടക്കലാണ്. ധർമ്മം എന്ന് പറയുന്നത് ബലബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് എന്നാണ്. ബലവത്തയിൽ നിന്നുള്ള ചെയ്തിയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ആളല്ല എന്നാണ് കിരാതമൂർത്തി എന്ന് പറയുന്ന ലേഖനവും നമ്മളോട് പറഞ്ഞു തരുന്നത് എന്നാണ് കുട്ടികൃഷ്ണമാരാർ പറയുന്നത്. ഓക്കെ, അടുത്ത ലേഖനം വ്യാസൻ്റെ ചിരി. അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.